അടുക്കൽ ശങ്കുട്ടിദാസ്, ഈ രേഖകളെല്ലാം കൃത്യമായി അങ്ങേക്ക് വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ നൽകാൻ പാകത്തിൽ ദേവസ്വം ബോർഡിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദേവസ്വവുമായി നേരിട്ട് ഭക്തർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, സ്പോൺസർമാർക്ക് ഇടപെടാൻ കഴിയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം അടക്കം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതും കത്ത് ഇടപാട് നടത്തിയതും ഇതേ ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകവിരുദ്ധത എന്ന് വിചാരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇതിനകത്ത് ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ BJPക്കാർക്ക് ഛർദ്ദിക്കുകയാണ് എന്ന് തോന്നുന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ പീഠത്തിന്റെ കാര്യം ദേവസ്വം ബോർഡിന് അഭിമാനാർഹമാകുന്നത് എങ്ങനെയാണ്? അത് ആവർത്തിച്ച് ചോദിച്ചും വീണ്ടും വീണ്ടും അത് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്, അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നിരിക്കെ എങ്ങനെയാണ് അത് രാഷ്ട്രീയമായി അത് BJPക്കാർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യം മാത്രമാണ്? അതിനപ്പുറത്ത് ഈ പീഠമടക്കം കണ്ടെത്തിയത് ദേവസ്വത്തിന്റെ അഭിമാനാർഹമായ നേട്ടമാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുക? നോക്കൂ, എനിക്ക് മുൻപ് സംസാരിച്ച ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ സാറ് വ്യക്തമാക്കിയത് ഞാൻ കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വിജയമല്യയുടെ കാലഘട്ടത്തിൽ കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയത്. 14 പാളികളിലായിട്ട് 7 ലെയറുകളായിട്ട് ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. വലിയ തൂക്കത്തിലാണ് സ്വർണം. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം പ്ലേറ്റ് ചെയ്തതിൻ്റെ 10 ഇരട്ടി സ്വർണം വേണ്ടി ഒരു ക്ലാഡ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ പ്ലേറ്റ് ചെയ്തത് 49 പവൻ കൊണ്ടാണ് 2019. അതിൻ്റെ 10 ഇരട്ടി എത്രയാണ്? ഒന്ന് കണക്കൂട്ടിക്കോളൂ. ഇവിടെ ശ്രീ അനിൽകുമാർ വളരെ ബോധപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾക്ക് ഞാൻ വേഗത്തിൽ മറുപടി പറയാം. ഒന്ന്, അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആരോ കൊണ്ടുവന്നിട്ട ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം ഉണ്ടായതെന്ന്. അത് തെറ്റാണ്. ഈ കാര്യങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നത് ഹൈക്കോടതി സ്വമേധയ എടുത്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ്. 2019 സ്വർണം പൂശിയിട്ടുള്ള സംഗതികൾ വീണ്ടും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് 2025 ഓഗസ്റ്റ് 24 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ സമീപിക്കുകയും 10 ഗ്രാം സ്വർണം കൂടി കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി അറ്റകുറ്റപ്പണി നടത്തി തരാമോ എന്ന് അപേക്ഷിക്കുകയും അദ്ദേഹം വിശാല മനസ്കതയോടുകൂടി അത് സമ്മതിക്കുകയും അത് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസിലാണ് ഈ നടപടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ കേസിലെ വാദിയല്ല, ഇതിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 7th റെസ്പോണ്ടന്റ് ആണ്. ഇവിടെ പീഠം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമായിട്ടല്ല, ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ടാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള തർക്കം? ഇവിടെ നിന്ന് 2019 മഹസറുകൾ കോടതി പരിശോധിച്ച സമയത്ത് ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ള സമയത്ത് മഹസറിൽ 42.800 ഗ്രാം തൂക്കം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കിലോ ആയിരുന്നു. അങ്ങ് തന്നെ മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ തന്നെ ഇത് എത്രയോ തവണ പറയുന്നതാണ്. അത് അറിയാത്തത് കൊണ്ടല്ല അടുക്കൽ ശങ്കുട്ടിദാസ്, ഇത് അറിയാത്തത് കൊണ്ടല്ല. ഇത് അടുക്കൽ അനിൽകുമാറിന് വളരെ വ്യക്തമായി അറിയാവുന്ന ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞു നിർത്താം. ഞാൻ ഒരു വാചകത്തിൽ പറയാം. അപ്പോൾ ഈ 4.5 കിലോന്റെ വ്യത്യാസം പീഠം പോയതാവാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് ചെയ്തത്. ഇപ്പം ആ പ്രശ്നമൊക്കെ പോയി, പീഠം തിരിച്ചു കിട്ടി എന്നുള്ളത് കൊണ്ട്, ഇയാൾ ഒളിപ്പിച്ചു വെച്ച പീഠം തിരിച്ചു കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നം തീർന്നിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം മുഴുവൻ എവിടെയെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. വിജയമല്യ സ്വർണം പതിച്ചിട്ടുള്ള ആ പറയുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള 42.5 കിലോ സ്വർണ്ണ പണ്ടങ്ങൾ എവിടെ എന്ന ചോദ്യം ഇപ്പം നമുക്ക് ഉത്തരവില്ല. ഇപ്പം ഇവിടെ ഉള്ളത് ഹൈദരാബാദുകാരൻ വിനോദ് ജെയിൻ എന്ന് പറയുന്ന വ്യവസായി പുതിയതായി നിർമ്മിച്ച ചെമ്പുപാളിയുടെ മേലെ 49 ഓൻ സ്വർണം പുതിയ ഗോൾഡ് പ്ലേറ്റ്സ് ആണ് എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ചാക്കിൽ കെട്ടിയിട്ടാണ് സ്വർണം വെച്ചത് എന്ന കണക്ക് എനിക്ക് എവിടെ നിന്നാണ് കിട്ടി? ഞാൻ ഭാവനയിൽ നിന്ന് എടുത്ത് പറയാണ്, ഇവിടെ വിജിലൻസിലെയും ദേവസ്വം ബോർഡിനെയും ഇതാക്കാന്ന് പറയാണ്. നോക്കൂ, ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം ഉത്തരവിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചിട്ടുള്ള വിജിലൻസ് SP ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്നത്തെ ദിവസം മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത, ആ വാർത്തയിൽ സ്വർണ്ണപീഠം കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ലാതെ വിജിലൻസ് SP കോടതി അറിയിച്ചിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചിരുന്നതായും വിജിലൻസ് SP പറഞ്ഞു. ഇനി ഈ വാചകം നോക്കിക്കോളൂ. സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ല എന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. നോക്കൂ, വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി വന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട്
ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ ചർച്ചയിൽ പറയുമ്പോൾ ഇത് ഇവരുടെ വിജിലൻസിനെ മോശപ്പെടുത്താൻ വേണ്ടി അതിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എങ്കിൽ ഹൈക്കോടതി ഈ ജഡ്ജിയെ അതിന്റെ ഈ കണക്കെടുപ്പിന് നിയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ മഹാവിജയം കൊണ്ട് ആളുകളെല്ലാം ഭയപ്പെട്ടിട്ട് എന്തൊക്കെയോ ആരോപണം ഉന്നയിക്കുന്ന. എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ വിജയം? 4000 പേര് വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 563 ആൾക്കാർ വന്നതാണോ? അതോ ഹൈക്കോടതിയിൽ ഇതിന്റെ ചെലവൊന്നും ദേവസ്വം ബോർഡ് വഹിക്കില്ല എന്ന് തെറ്റായ സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് 3 കോടി രൂപ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ഈ പറയുന്ന പ്രതിനിധികൾക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാക്കില്ലെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്ത് ലംഘിച്ചുകൊണ്ട് ഇവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും 8 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് റൂമുകൾ എടുത്തു കൊടുത്തതാണോ? ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതാണോ? ആ സംഗമത്തിൽ ഈ പറയുന്നത് പോലെ ആളുകളുടെ പങ്കാളിത്തം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ പോലും സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ കിട്ടി എന്നതൊരു വിജയമാക്കി ഘോഷിക്കുന്നതാണോ ഇവരുടെ വിജയം എന്നൊന്നും എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിലെ നടപടികൾ നേരിടാൻ തയ്യാറായിരിക്കുമല്ലോ ഇവര്. പ്രശ്നം നിങ്ങളുടെ അയ്യപ്പ സംഗമം ഒന്നുമല്ല. അയ്യപ്പ സംഗമം 2025-ലാണ്. ഇത് 2019 നടന്നിട്ടുള്ള മോഷണമാണ്. 6 കൊല്ലം മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടി ഇവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഈ 2025 വരാനിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി അപ്പൊ BJPക്കോ കോൺഗ്രസിനോ ഇയാൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടല്ലോ. ഇവിടെ 2019 നടന്നിട്ടുള്ള തിരിമറി കോടതിയുടെ സ്വമേധയായുള്ള ഇടപെടൽ കൊണ്ടാണ് പുറത്തു വന്നത്. ഇവർ ആരെങ്കിലും തിട്ടപ്പെടുത്തിയിട്ടുള്ളതല്ല.